നിങ്ങൾ എപ്പോഴെങ്കിലും പരിപ്പ് ചേർത്ത് ചീര തോരൻ വെച്ചിട്ടുണ്ടോ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ. ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. കുറച്ച് പരിപ്പ് ഓൾറെഡി കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ തുറന്നു വെച്ചിട്ട് വേവിച്ചാൽ മതി. 1/4 വേവ് മാത്രം ആക്കിയെടുത്താൽ മതി. കുഴഞ്ഞു പോകാനായിട്ട് പാടില്ല. അപ്പം ഇതാവുമ്പോഴേക്കും നമുക്ക് ബാക്കി ചീരയിലൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ചീരയില നമ്മളിവിടെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കഴുകിയെടുക്കുന്നതാണ് നല്ലത്. അപ്പം അതിലെ ഒരു മണ്ണും തരിയും ചെളിയൊക്കെ പോയിക്കോളും. മാത്രമല്ല അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വാലാൻ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും വേണം. ഞാൻ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇവിടെ കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പരിപ്പ് ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതായത് 1/4 വേവായിട്ടുണ്ട്. ഇനിയും വെന്ത ഇത് കുഴഞ്ഞു പോകും. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതൊന്ന് ഒരു സ്റ്റെയിനറിൽ ഊറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി, വെളുത്തുള്ളി, വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. മുരിയാനായിട്ട് നിൽക്കണ്ട, നല്ലതുപോലെ വഴന്നാൽ മതി. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. മുളക് പൊടിയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് മുരിങ്ങിട്ടിട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ ചീരയൊക്കെ അരിഞ്ഞത് ഏത് ഇളവർഗായാലും അരിഞ്ഞ് വെക്കുമ്പോൾ ഒരു പൊന്താരം പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഒരുപാടൊന്നും ഉണ്ടാവില്ല. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ആദ്യം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ച ചീരയാണ്. നമ്മൾ ഒരു 2 കൈപ്പിടിയൊക്കെ ഇടുമ്പോഴേക്കും ചട്ടിയൊക്കെ നിറഞ്ഞ പോലെ തോന്നും. പക്ഷെ ഒന്ന് ആവി കയറി വരുമ്പോഴേക്കും ഇത് ചുങ്ങിപ്പോട്ടോ. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഇരിക്കുമ്പോഴേക്കും ഇത് നല്ലതുപോലെ ചുങ്ങിപ്പോവും. ചീരല കണ്ടോ, വാടി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നല്ല ഉലർന്ന ചീരത്തോരൻ കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട 1-2 ടിപ്സ് പറഞ്ഞു തരട്ടെ. ആദ്യം തന്നെ ചീരല മുഴുവനോടെ നമ്മൾ കഴുകിയെടുക്കണം. അതിനുശേഷം ഒന്ന് വെള്ളം വാലാനായിട്ട് വെക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന പരിപ്പ് 1/4 വേവ് മാത്രമേ ആവാനായിട്ട് പാടുള്ളൂ. വെന്തിട്ടുണ്ട്, അതേസമയം പൊടിഞ്ഞു പോകരുത്. ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അതുപോലെ ചീര അടച്ചു വെച്ച് വേവിക്കരുത്. അടച്ചു വെച്ച് വേവിക്കുമ്പോഴാണ് കുഴഞ്ഞിരിക്കുക. ഇനി ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരല്പം വെള്ളമയത്തോടു കൂടി തന്നെ നമ്മൾ ഈ ചീരയിലേക്ക്, അതായത് ഈ ചീരയിലെ വെള്ളമയം, അല്ലാതെ പരിപ്പിൻ്റെ അല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നല്ല തോർന്നിരിക്കുന്ന പരിപ്പുണ്ടല്ലോ, നല്ല ഉലർന്നിരിക്കുന്ന പരിപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ ഇതിലെ ഒരു വെള്ളത്തിൻ്റെ ഇതിൽ കിടന്ന് തന്നെ ഉപ്പും ഉളകൊക്കെ നമ്മുടെ ഈ ഒരു പരിപ്പിലേക്കും പിടിക്കും. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീരയും പരിപ്പും തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം.